Hi guys, welcome to Career Talks with Avodha. നമ്മുടെ കരിയർ ടോക്സിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രഞ്ജിത്താണ്. അബോധോടൊപ്പം നിന്ന് ഇപ്പം നല്ലൊരു കരിയർ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. സോ രഞ്ജിത്തിനെ നമുക്ക് കരിയർ ടോക്സിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം രഞ്ജിത്ത്. ഹായ്. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖാണോ? സുഖം. അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ. എന്താണ് ഒരു ഹാപ്പി ന്യൂസ് കേട്ടല്ലോ? എന്താണ്? എന്താ അബുദ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഇന്റേൺഷിപ്പ് കയറിയിട്ടുണ്ട്. അതിന് വർക്ക് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. Okay, okay. First of all, congratulations from our own താങ്ക് യു. family. Okay. അപ്പൊ താങ്ക് യു. താങ്ക് എവിടെയാണ് യു. ജോബ് റോൾ ഒക്കെ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ഞാനിപ്പം തിരുവനന്തപുരത്ത് ഒരു ആർട്ട് ഫൈ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. അപ്പൊ ഓലെ കീഴിൽ ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 3 മാസത്തെ ട്രെയിനിങ് ആണ്. കഴിഞ്ഞിട്ട് ഓല് അവരെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അബോധയിൽ എന്താ പഠിച്ചേ? അവിടുന്ന് ഞാൻ ഈ ഗ്രാഫിക് ഡിസൈനർ വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു. ഇങ്ങനെ ഓൺലൈനായിട്ട് ആണല്ലേ? 3 മാസം. ഓക്കെ. അപ്പം അപ്പൊ നമുക്ക് അബോധയിലേക്ക് വന്ന ജേർണിയും ജോലിക്ക് ഇപ്പൊ എങ്ങനെയാ പോകുന്നത് അതൊക്കെ നമുക്കറിയാം. സോ അബോധയിലേക്ക് എങ്ങനെയാണ് വന്നത് അതൊന്ന് പറയാമോ? അബുദക്ക് എന്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ അങ്ങനെ കയറിയിട്ട് ഓനെ അങ്ങനെ വിളിക്കുന്നു. ഓനെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളൊരു കോളേജ് പഠിച്ചൊപ്പം പഠിച്ചാണ്. ഞങ്ങൾ ഇങ്ങനെ നടക്കായിരുന്നു കാര്യങ്ങൾ. ഒന്ന് കോളേജ് കഴിഞ്ഞിട്ട് ഒന്നിട്ട് നടക്കണം. അപ്പൊ ഓനാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഇപ്പൊ ഓൺലൈനാണ്, വീട്ടിൽ തന്നെ നോക്കാം, കൊറോണയുടെ ടൈം ആയതുകൊണ്ട് ഒരു ബെറ്റർ ആണെന്ന് പറഞ്ഞപ്പം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ചേർന്ന് വിളിച്ചു. പിന്നെ ഇതേപോലെ ആദ്യം ഒരു ശ്രദ്ധമായിരുന്നു, വിളിച്ചു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ ഞങ്ങള് കുറച്ച് കഴിയുമ്പം പിന്നെ മേഡത്തിനെ വിളിച്ചു. പിന്നെ കാര്യങ്ങൾ അറിഞ്ഞ് ചേർന്നു, ക്ലാസ് ഒക്കെ കേട്ട് പഠിക്കാൻ തുടങ്ങി. ആണല്ലേ? എല്ലാവർക്കും അറിയാൻ മേലാത്തൊരു കാര്യമാണ്. എല്ലാവർക്കും എന്നെ ഹർഷ ഹർഷ എന്ന് അറിയത്തുള്ളൂ. എനിക്ക് ശ്രദ്ധ എന്നൊരു പേരുള്ള കാര്യം ആർക്കും അറിയില്ല. ഞാനും ഇപ്പോഴാണ് അടുത്തത്, പിന്നെ ഞാനാണ് ചേർത്തത്. ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര വണ്ടറാണ്, കാരണം ഞാൻ അറിയണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ അബോധയിലേക്ക് വന്നു. ഏത് മാസാ ജോയിൻ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഞാന് ഡിസംബർ ആണ് തോന്നുന്നത്. ഡിസംബർ കഴിയാനായിട്ട് ആ ഒരു മാസത്തിലാണ് വന്നത്. ഡിസംബറിലാണ് ജോയിൻ ചെയ്തത്. 2020. ഓക്കെ, 2020 ഡിസംബറില്. ഓക്കെ. ഏത് കോളേജിലാണ് പഠിച്ചേ? ഞാന് പാലക്കാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഇവിടെ അടുത്ത് തന്നെയുള്ള. അവിടേക്ക് നിന്റെ വീട് എവിടെയാണ്? എന്റെ വീട് മലപ്പുറം നിലമ്പൂര് പുത്തൂർ ഭാഗത്ത്. ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പം വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിങ് എന്താ ചൂസ് ചെയ്തേ? ഞാൻ എന്റെ പ്രൊഫഷൻ എന്തായിരുന്നു, ഞാൻ ഡിഗ്രി അതായിരുന്നു എടുത്തത്. ഡിഗ്രി പിന്നെ അതിനോടൊരു ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഡിസൈനിങ് പഠിച്ച് ചെയ്യാനും കാര്യങ്ങളും, പിന്നെ ഫോട്ടോ മേക്കിങ് കാര്യങ്ങളൊക്കെ. അപ്പം അതെടുത്തു. ആണല്ലേ? അങ്ങനെയാണ് ചൂസ് ചെയ്തത്. ഓക്കെ. അപ്പം പാഷൻ അനുസരിച്ച് ചൂസ് ചെയ്തതാണ് അല്ലേ? ഡിഗ്രി അപ്പൊ എന്നതാ പഠിച്ചത്? ഡിഗ്രി ഏതാ പഠിച്ചേ? ഞാൻ BA മൾട്ടിമീഡിയ ആയിരുന്നു ഡിഗ്രി. മൾട്ടിമീഡിയ ആണ് പഠിച്ചത്. ഓക്കെ ഓക്കെ. അപ്പം റിലേറ്റഡ് ഫീൽഡ് തന്നെയാണ്. ഓക്കെ. ഈ നമുക്ക് ക്ലാസ്സസ് ഒക്കെ പ്രീ റെക്കോർഡ് ക്ലാസ്സസ് അല്ലേ? അപ്പൊ പൊതുവെ എല്ലാ കുട്ടികളും ചോദിക്കുന്നതാണ്, ഇതൊക്കെ റെക്കോർഡ് സെഷൻസ് ഒക്കെ പഠിച്ചാൽ ഒക്കുന്നതാണോ, പറ്റുന്നതാണോ എന്നൊക്കെ. അപ്പം രഞ്ജിത്തിന്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയായിരുന്നു ഈ റെക്കോർഡ് സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആയോ? റെക്കോർഡ് സെക്ഷൻ ഒന്നാമത് എനിക്ക് ഇതിന്റെ കുറച്ച് പാർട്ട് കാര്യങ്ങൾ അറിയുന്നു, കാരണം ഡിഗ്രി പഠിച്ചതുകൊണ്ട്. എനിക്ക് റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടിട്ട് പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാത്തൊരു നോക്കുമ്പോ കുറച്ച് റിസ്ക് ആവും. എന്നാലും ഒരു 2 വട്ടം കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ റെക്കോർഡ് ക്ലാസ് എന്തായാലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. ഇത് എപ്പോ വേണേലും പ്രീവിയസ് വീഡിയോസ് കാണാന്നൊക്കെ പറയുന്നത് ശരിയല്ലേ? കാണാൻ പറ്റും? അതായത് നമ്മള് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കാണാനോ? അല്ല, ഇപ്പൊ നീ ഒരു ചാപ്റ്റർ കഴിഞ്ഞില്ലേ, കഴിഞ്ഞിട്ട് വീണ്ടും ആ ചാപ്റ്ററിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് പറയാറുണ്ട്, ശരിയല്ലേ? തിരിച്ചു പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കയറാൻ കുറച്ചൊരു ഇതുണ്ട്. പിന്നെ നിങ്ങളെ കോണ്ടാക്ട് ശേഷം അല്ലേ? ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ ഈ 3 മാസത്തെ കോഴ്സ് എത്ര നാളുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തേ? 3 മാസത്തെ കോഴ്സ് ശരിക്കും കറക്റ്റ് ഒരു 2.5 എടുത്തിട്ടുണ്ടാവില്ല. അതിനുള്ളിൽ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. ആണല്ലേ? അപ്പൊ ഈ ടൂൾസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? ഈവൻ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നോ? സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്നാമത് ഇതിന്റെ പ്രൊഫഷൻ ആയതുകൊണ്ട് കയ്യിലുണ്ടായിരുന്നു സോഫ്റ്റ്വെയർ. പക്ഷെ ഇവര് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ തന്നെ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സിമ്പിൾ ആണ്.
ഓക്കെ. അപ്പം ഈ ക്ലാസ്സിൽ ഈ അസൈൻമെന്റ്സ് ഒക്കെ തരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ അറിയാം അസൈൻമെന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പം ആ അസൈൻമെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു മോനെ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? അസൈൻമെന്റ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യങ്ങൾ നമ്മളത് ഒന്ന് വീഡിയോ കണ്ടിട്ട് നമുക്ക് തന്നെ അതൊന്ന് അതിന്റെ ഒപ്പം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഓരോ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ ഒപ്പം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. അതായത് പറയുന്ന കാര്യങ്ങൾ നോക്കി അതേപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അസൈൻമെന്റ് ഓരോന്നും ഇങ്ങനെ കണ്ടക്ട് ചെയ്തിട്ട് അയക്കാം. ഇപ്പൊ നമ്മുടെ അബോധയിൽ എന്തൊക്കെയാ? അപ്പം ആക്ച്വലി നമ്മൾ അക്കാഡമിക് കൺസൾട്ടേഴ്സ് ഇങ്ങനെ പറയും അബോധയിലെ വീഡിയോ എഡിറ്റിംഗ്, ഇപ്പൊ ഇലസ്ട്രേറ്റർ പഠിപ്പിക്കും, ഡിസൈൻ പഠിപ്പിക്കും എന്നൊക്കെ. അപ്പം അതിനപ്പുറത്തേക്ക് അപ്പം ആസ് എൻ മോൻ അവിടെ ആ കോഴ്സ് പഠിച്ചതല്ലേ, അപ്പൊ അബോധ മെയിൻലി എന്തൊക്കെയാണ് പഠിപ്പിക്കണേന്ന് ഒന്ന് ബ്രീഫ് ആയിട്ടൊന്ന് പറയാമോ? അതായത് അബോധ ഞങ്ങൾക്ക് എന്തൊക്കെ പഠിപ്പിച്ചു തരുന്നതാണ്. ഒന്നാമത് ഞങ്ങൾ ഓൺലൈൻ ആയതുകൊണ്ട് ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോസ് തന്നെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളടുത്ത കാര്യങ്ങളും ടൂൾസ് കാര്യങ്ങൾ, അതായത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആയിട്ട് തന്നെ എങ്ങനെയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യേണ്ട ഓരോ പ്ലാറ്റ്ഫോം കാര്യങ്ങൾ, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നല്ലോണം ഉൾക്കൊള്ളിച്ചിട്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നമുക്കൊരു വീഡിയോ ഇപ്പോൾ നമ്മളിപ്പോൾ അതായത് മനസ്സിലായിട്ട് തന്നെ നമുക്കൊന്നുകൂടി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊന്നുകൂടി ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഓരോ വീഡിയോസ് ആണ് ഇട്ട് തന്നിരുന്നത്. കുഴപ്പമില്ല. പിന്നെ ഡിസൈനിങ് കാര്യങ്ങളാണെങ്കിൽ തന്നെ നല്ലൊരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ട് തരുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരു ഡിസൈനിങ് പാക്ക് കാര്യങ്ങൾ, അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഡൗട്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ലൈവ് ക്ലാസ് ഒക്കെ കയറുമായിരുന്നോ? ഡൗട്ട്സ് വരുമ്പം ഇതിലൊരു കമന്റ് ബോക്സ് ഉണ്ട്, അതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ റിപ്ലൈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ അബോധയുടെ താഴെ തന്നെ. എന്താ പറയാ, അപ്പം ക്ലാസ് കഴിഞ്ഞു, 3 മാസത്തെ കോഴ്സ് 2.5 മാസം കൊണ്ട് കഴിഞ്ഞു. അത് തന്നെയാണ് ഞങ്ങൾക്കും ആവശ്യം. പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് ഇന്റേൺഷിപ്പ് നേടാം എന്നതാണ്. അതും ഉയർന്ന ശമ്പളത്തിൽ ജോലി വാങ്ങുക എന്നതാണ് ആസ് എൻ അക്കാഡമിക് കൺസൾട്ടന്റ്, ആസ് എൻ അബോധിയൻ ഫാമിലി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. സോ അത് നീ ചെയ്തു. സോ അപ്പം ക്ലാസ് കഴിഞ്ഞ ശേഷമുള്ള, അതായത് കോച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്റേൺഷിപ്പ് ആണല്ലോ, ആ ഒരു ജേർണി ഒന്ന് പറയാം. ഇന്റേൺഷിപ്പിൽ ഞാൻ ആദ്യം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ കുറച്ച് ഒരു കൊറോണന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇന്റേൺഷിപ്പിന്റെ കുറച്ചൊരു ലാഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പിന്നെ കുറെ കസ്റ്റമർക്കാരെ വിളിച്ച് അവിടെ അവധേക്ക് വിളിച്ചിട്ട് എങ്ങനെയാ ചോദിച്ചു. അപ്പം ഒരു പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റേൺഷിപ്പിന് അവിടെ നിന്ന് ഒരു മീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഇന്റേൺഷിപ്പിന് ഓരോന്നും, അതായത് ഇപ്പം ഗ്രാഫിക് ഡിസൈൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ ഓരോരുത്തർക്കുള്ള ഓരോ മീറ്റ് ഉണ്ടായിരുന്നു ക്ലാസ്. അപ്പം ഒരു സാറ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ടൊരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കിനും ഓരോ കമ്പനിനെ വിളി തുടങ്ങി. അതെ, കോവിഡിന്റെ ഒരു 2ാം തരംഗം നമ്മളെ കുറച്ച് ലൈക്ക് പൊതുവെ കേരളത്തിലൊക്കെ ചെയ്തില്ലേ, അപ്പം അതിന്റെ ഒരു താമസമായിരുന്നു. നമ്മൾ പ്രോമിസ് ചെയ്യുന്ന കാര്യം തന്നെ ആക്ച്വലി 3 months ട്രെയിനിങ്, ഞാൻ അന്ന് വിളിച്ച സമയത്ത് മേ ബി എന്നോട് പറഞ്ഞിട്ടുണ്ടാവും 3 മാസം ട്രെയിനിങ്, 3 മാസം ഇന്റേൺഷിപ്പ്. ആ ഇന്റേൺഷിപ്പ് വരെ ഇനി അടുത്തത് ഉടനെ ജോബ് പ്ലേസ്മെന്റ് ആണ്. നമുക്ക് ആക്ച്വലി നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തതുകൊണ്ടല്ലോ ഒരു ഒബ്സർവേഷൻ പീരീഡ് ആണ് നമ്മൾ ഓരോ ഇന്റേൺഷിപ്പിന് പോകുന്ന ഓരോ കമ്പനി. സോ അവിടെ നന്നായിട്ട് അവരുടെ ടാസ്ക് ഒക്കെ ചെയ്താൽ അവിടെ തന്നെ നിനക്ക് പ്ലേസ്ഡ് ആവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിനെ നിനക്ക് പറ്റില്ല. അതൊരു ഇതുണ്ട്. ഞങ്ങളിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ സനു സാർ എന്ന് പറഞ്ഞ മാനേജർ ഉണ്ട്. അപ്പൊ ഒരു നല്ല വർത്താന കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ തരും ഞങ്ങൾക്ക് തന്നെ. അതായത് ഇപ്പൊ ഒരു വർക്ക് എങ്ങനെ ചെയ്യേണ്ട, കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരും. ഓരോ ഡിസൈനിങ്, അതായത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്ക് കസ്റ്റമേഴ്സിനെ എങ്ങനെ എടുക്കാൻ പറ്റും, അതെങ്ങനെ കസ്റ്റമേഴ്സിനെ എങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടാണ് മൂപ്പർ ചെയ്തു തരുന്നത്. അതുകൊണ്ടൊരു ഇതുണ്ട്. നമുക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു ടാഗ്ലൈൻ നമ്മുടെ ഫീസ് തന്നെയാണ് അല്ലേ. കമ്പാരിറ്റീവ്ലി പുറത്തേക്ക് വെച്ച് പറയുമ്പോൾ അബോധയിൽ ഭയങ്കര ഫീസാണ്. അപ്പം നമുക്കൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ഈ 2500 രൂപയ്ക്ക് ഈ നമുക്ക് എന്താ പറയാ ഡിപ്ലോമ കോഴ്സ് ഒക്കെ ഇതിന്റെയൊക്കെ ഉണ്ട്. അതിനൊക്കെ നല്ല ഫീസ് അല്ലേ. നിങ്ങൾ 2500 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അതിന് ക്വാളിറ്റി ഭയങ്കര മോശമായിരിക്കുമോ എന്നൊക്കെ നമുക്ക് കുറെ വരാറുണ്ട്. അപ്പം അബോധിയൻ രഞ്ജിത്തിന് എവിടെയെങ്കിലും ഒരു ക്വാളിറ്റിക്ക് ഒരു എന്താ പറയാ കോംപ്രമൈസ് ചെയ്തതായിട്ട് തോന്നിയായിരുന്നോ? അത് എനിക്ക് ഫസ്റ്റ് ഞാൻ ആ കോണ്ടാക്ട്, അതായത് കൂട്ടുകാരെ വിളിച്ചപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇങ്ങനെയാണ് കോഴ്സ്, നമുക്ക് അതായത് കോഴ്സ് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് ജോലി കയറുമ്പോൾ ബാക്കി കൊടുത്താൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ആദ്യം ഡൗട്ടായി. അതിപ്പോ എങ്ങനെ ഇവർക്ക് എങ്ങനെ ലാഭം, ഇനിയിപ്പോ ഇത് കോഴ്സ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവരിഞ്ഞിപ്പോ ഇത് നിർത്തി വേറെ എങ്ങോട്ട് പോയി ഇവർക്ക് എങ്ങനെ ലാഭം, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം ചിന്തിച്ചിരുന്നു.
പിന്നെ മനസ്സിലായി എന്തായാലും നമ്മുടെ ഈ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. കുറെ ജോലികൾക്ക് വേണ്ടിയിട്ട് തന്നെ ആൾക്കാർ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് വെച്ച് നോക്കുമ്പോ നല്ലൊരു കാര്യം തന്നെ, നല്ലൊരു ഇതാണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 2500 ഒരു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നിട്ട് ഇന്റേൺഷിപ്പിനും ജോലിക്കും ട്രെയിനിങ്ങിനും കയറ്റുന്നത്. ബാക്കി പിന്നെ നമുക്ക് കഴിവ് പോലെ കൊടുക്കണേ. അപ്പം പിന്നെ നോക്കിയപ്പോ പിന്നെ ചിന്തിക്കുമ്പോ ഇങ്ങനെ നല്ല പോസിറ്റീവ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് കോളിൽ തന്നെ പോസിറ്റീവ് അല്ലായിരുന്നോ? ഫസ്റ്റ് കോൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ 2 കോളും ചെയ്തത് മാഡം തന്നെ ആയിരുന്നു. ആയിരിക്കാം. അതെ അതെ അതെ. ബിക്കോസ് എന്റെ പേര് ശ്രദ്ധ ഹർഷ മാത്യു എന്നാണ്. അപ്പം ശ്രദ്ധ എന്ന പേര് ഞാൻ വല്ലപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഹർഷ എന്നാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അപ്പം രണ്ടും ഞാൻ അതേപോലെ തന്നെ ആദ്യം ഇങ്ങോട്ടൊരു കോൾ വന്നിരുന്നു. ഞാൻ എന്നിട്ട് ചോദിച്ചപ്പോ ശ്രദ്ധ എന്ന് പറഞ്ഞ പേര്. അപ്പൊ ഞാൻ ശ്രദ്ധ സേവ് ചെയ്തു. പിന്നെ കുറച്ച് വേറെ നമ്പർ വിളിച്ചപ്പോ ഹർഷ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതും സേവ് ചെയ്ത് വെച്ചു. അപ്പൊ കുട്ടികൾ നോക്കി പുള്ളിക്കാർക്ക് 2 പേരാണോ? സത്യം പറഞ്ഞാൽ ശ്രദ്ധ ഹർഷ മാത്യു ആണ് കേട്ടോ. പക്ഷെ ഹർഷ കുറച്ചും കൂടെ ക്ലോസ് ടു ഹാർട്ട്. അതാണ് ഞാൻ ഓക്കെ. അപ്പൊ കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? കൂടെ കയറിയവരൊക്കെ എന്ത് പറയുന്നു? കൂടെ ചെറിയൊരു കുഴപ്പമില്ല. എന്റെ കൂടെ ഒരുത്തനും കൂടി ഉണ്ട്. എന്റെ ഒപ്പം ഞങ്ങളിപ്പം ഒപ്പം കോഴ്സ് ചെയ്ത് എന്റെ ഒരുത്തനും കൂടി ഉണ്ട്. വേറെ ഒരുത്തൻ പറഞ്ഞ കോട്ടക്കൽ അവിടെ കിട്ടിയാണ്. അവനിപ്പോ വിളിച്ചത് കുറച്ചൊരു ലാഗ് വന്നിരുന്നു. അപ്പൊ അവന് കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ 2 പേരും ഉണ്ട്. ഒരു വെയിറ്റ് ചെയ്യുന്നുണ്ട് കമ്പനിയിൽ നിന്ന്. ഇതേപോലെ മീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞു. ഗൂഗിൾ ഫോമിന്റെ മീറ്റിംഗ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവരും പ്ലേസ്ഡ് ആവും. നമ്മുടെ പ്ലേസ്മെന്റ് സെൽ എന്ന് പറയുന്നത് ഭയങ്കര നമ്മുടെ ലക്കിയാണ്. നമുക്ക് പ്ലേസ്മെന്റ് സെൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ലാഗ് എത്തിക്കാതെ തന്നെ അടുത്ത തന്നെ ഉടനെ തന്നെ നിങ്ങൾ അവരെ കൂട്ടാനും ഇങ്ങനെ കരിയർ ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഓക്കെ. അപ്പം ഇത്രയും നാൾ അബോധയുടെ കൂടെ ഉണ്ടായിരുന്നു. സോ ഇനി ആദ്യമായിട്ട് അബോധയിലേക്ക് വരുന്ന ഒരു കുട്ടിയോട് എന്താണ് രഞ്ജിത്തിന് പറയാനുള്ളത്? കാര്യങ്ങൾ ആദ്യം വരുമ്പോ എന്തായാലും നമുക്ക് കുറെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മളെന്ന് പറഞ്ഞ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് ഡിപ്ലോമ കാര്യങ്ങൾ തരിക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഓൺലൈനിൽ ഇത്രയും പ്രൈസിനുള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ പറഞ്ഞാൽ നമുക്ക് തന്നെ ആദ്യം ഒരു ഡൗട്ട് വരും. പക്ഷെ നമുക്ക് പറഞ്ഞാൽ ഒരു അവധിക്ക് ഒരു കസ്റ്റമറിനെ അതായത് ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതൊക്കെ സോൾവ് ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്കിത് കോഴ്സിൽ ചേർന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് പ്രതീക്ഷിക്കൂല. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നമ്മളെങ്ങനെ ഇനിയിപ്പോ മുന്നിലേക്കുള്ള ജീവിതം, നമുക്ക് ഇനിയിപ്പോ എന്തൊക്കെ പഠിക്കാം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും വരുമ്പോ എന്തായാലും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് അറിഞ്ഞിട്ട് വിളിച്ച് വിശ്വസത്തോടെ കയറുക. നല്ലത് തന്നെ ഉണ്ടാവുള്ളൂ. താങ്ക് യു സോ മച്ച്. ബിക്കോസ് നീ ഇത് പറയുമ്പോൾ ആസ് എൻ അക്കാഡമിക് കൺസൾട്ടന്റ് ഞാനും എന്നെ പോലെയുള്ള ഒരുപാട് പേരുണ്ടാവും ഒതുക്കേണ്ടി വർക്ക് ചെയ്യുന്നത്. സോ അവർക്കൊക്കെ ഒരു എന്താ പറയുക ഒരു ബൂസ്റ്റപ്പ് ആണ്. താങ്ക് യു സോ മച്ച് രഞ്ജിത്ത്. ഒരുപാട് വിവരങ്ങളിൽ എത്തിട്ട് ഞാൻ ആക്സിഡന്റ് ആണ് നിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഡിസംബറിലല്ലേ എന്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ്. പക്ഷെ നീ എന്നെ ഓർത്തതിനും താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. Thank you. ബൈ. Bye.